പ്രിയപ്പെട്ട സഹോദരി എന്നോട് പറഞ്ഞത് ഭയങ്കരമായ അത്ഭുതമാണ്. ഭയങ്കര അത്ഭുതം വെച്ചാൽ ഭയങ്കര അത്ഭുതമാണ്. ഇതൊരിക്കലും പ്രതീക്ഷിക്കാണ്ടാണ് നമുക്ക് ഈ ഭാഗ്യം വന്നെത്തിയത്. അൽഹംദുലില്ലാ. ഒരാഴ്ച വരെ എന്നോട് ഓതാൻ വേണ്ടി പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടി. പിന്നെ ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എനിക്ക് സന്തോഷമായി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇതുപോലെയാണ് നമുക്ക് ഓരോരാൾക്കും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിശ്വാസം നമുക്ക് കൈമുതലായി വരിക അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ സഹോദരി എന്നോട് പറഞ്ഞ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കണം. കാരണം നിങ്ങൾ അതിശയപ്പെട്ടു പോകും ആ വാക്കുകളൊക്കെ തന്നെ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. രക്ഷപ്പെടട്ടെ അല്ലേ, രക്ഷപ്പെട്ട് എല്ലാവരും രക്ഷപ്പെടട്ടെ. നമ്മളൊരാൾ കാരണം രക്ഷപ്പെടുന്നുണ്ടെങ്കിലോ, ഞാനല്ല നിങ്ങളൊരാൾ കാരണം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ പലരിലേക്കും എത്തിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. കാരണം നമ്മളെപ്പോലെ തന്നെ വിഷമത്തിൽ നിന്ന് കുടുങ്ങിപ്പോയവരുണ്ടാവും. സങ്കടപ്പെട്ടിട്ട് എങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു മനസ്സ് വരെ വരാതെ മനസ്സ് തകർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ഇടയിലേക്ക് നിങ്ങൾ ഈ വീഡിയോ, എല്ലാവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും പുറത്തങ്ങനെ പറയൂല. അവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കും. അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അൽഹംദുലില്ലാ എന്നുള്ള ഒരു വാക്കുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ഒരാളുടെ വീഡിയോ നമുക്ക് കിട്ടി, അതുകൊണ്ട് നമുക്കും അതൊന്ന് നോക്കുക, ശ്രമിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് ഇരട്ടിയായി തരും. കാരണം ഇത് ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ഈ സഹോദരി തന്നെ പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുകൾക്ക് നിങ്ങളെ പല വീഡിയോസും ഞാൻ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. കാരണം എല്ലാം ഒന്നിനൊന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന വാക്കുകളാണ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ട് തൃപ്തിയായത് എല്ലാം ഞാൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്താന്ന് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അതാണ് ഞാൻ പറയുന്നത്, ഒരു കാര്യം നമ്മൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഏതെല്ലാം ഭാഗത്തേക്ക് കൂടിയാണ് നമുക്ക് ഭാഗ്യങ്ങൾ വരിക നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അത് ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതിഫലം കിട്ടണമെങ്കിൽ അകമഴിഞ്ഞ വിശ്വാസം അള്ളാഹുവിലേക്ക് ഉണ്ടാകുക. ചെയ്യുന്ന പ്രവൃത്തിയോടും അമലുകളോടും ചെയ്യുന്ന എന്ത് കാര്യങ്ങളോടും നിങ്ങൾക്ക് നല്ലൊരു ഉത്തമ ബോധ്യം ഉണ്ടാകുക. ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ കാര്യം ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം കിട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാനീ ചെയ്യുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം, എല്ലാവരിലേക്ക് എത്തിക്കട്ടെ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. പ്ലീസ് നിങ്ങളൊരു സപ്പോർട്ട്, അതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞ് ബെല്ലൈക്കൻ കാണാൻ ഒന്ന് പ്രസ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം സുഖമായിരിക്കട്ടെ. ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ അതിമഹത്തായ അത്ഭുതകരമായിട്ട് ഒരു സഹോദരിക്ക് സന്തോഷം കിട്ടിയ കാര്യമാണ്. ചില്ലറ കാര്യമൊന്നുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയൊരു അലർജീൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ജലദോഷം വരുമ്പോൾ തന്നെ അലർജീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അലർജീൻ്റെ ഗുളിക കുടിക്കാൻ മറന്നു പോകുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ കുറച്ച് ടയർഡായിട്ടുള്ള, ജലദോഷം വരുമ്പോൾ തന്നെ നമ്മൾ തലക്കൊരു കനം പോലെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ സഹോദരി പറഞ്ഞ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. സഹോദരി പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത്. കാരണം മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട്. കാരണം ഒരു ആഗ്രഹങ്ങൾ സാധിക്കാൻ, ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തുച്ഛമായ പൈസ കയ്യിലില്ലോ. ആ പൈസ നഷ്ടപ്പെടാതിരിക്കാനും ആ പൈസ ഭദ്രമായി നിൽക്കാനും എനിക്ക് വല്ലാത്ത ഒരു ടെൻഷനാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പല ആവശ്യങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് പേടിയാകുന്നു. ആ പൈസ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ആ പൈസക്കെത്തുന്ന കുറച്ച് പൈസയെങ്കിലും എടുക്കേണ്ടി വന്നു പോവോ, ഇനി വലിയ പൈസ എടുക്കേണ്ടി വന്നു പോവോ, അല്ല ഈ പൈസ മുഴുവനും വേറെ ആയിരിക്കും തിരിച്ചു കൊടുക്കേണ്ട ഒരു സന്ദർഭത്തിലായിപ്പോവോ എന്നൊക്കെയുള്ള ഒരു ബേജാറ്, ഒരു വെപ്രാളം, ഒരു പേടിയോ. അതുപോലെ തന്നെ അവരെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു നിക്ഷേപം എന്ന കണക്കെ തന്നെ ഒരു KSF എന്ന് പറഞ്ഞൊരു ചിട്ടിക്ക് കൂടിയിട്ടുണ്ടായിന്. അപ്പോൾ ആ ചിട്ടി നമുക്ക് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് ചോദിച്ച് വാങ്ങാം. ആ ചിട്ടീൻ്റെ നമുക്ക് ലേലത്തിൽ ഇങ്ങോട്ടേക്ക് വാങ്ങുമ്പോൾ എത്രയോ പൈസ കുറവ് വരും. അപ്പോൾ ആ ചിട്ടി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെല്ലോ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കുറേ പേപ്പറുകളും വർക്കുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചിട്ടിക്ക് ചേർന്ന് കഴിഞ്ഞാലും അത് കിട്ടണമെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശരിയായി കിട്ടാനും അപ്പോൾ അവർ പോയിട്ട് അന്വേഷിച്ചാൽ ആ ചിട്ടി ഇപ്പോൾ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് പകുതി മുക്കാൽ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചിട്ടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നിരസിപ്പിച്ചിട്ട് തിരിച്ചു വിട്ടിട്ടുണ്ടായിന്. അപ്പോൾ
മൂപ്പരെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ആ പൈസയിൽ നിന്ന് എന്തിനെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തു പോകുമെന്നുള്ളൊരു പേടിയും, മൊത്തത്തിൽ ഒരു ആവലാതിയായി മാനസികമായിട്ടൊരു ഡിപ്രഷനിലേക്കായിപ്പോയി. കാരണം ഈ ഒരു ആവശ്യത്തിന് കരുതി വെച്ച പൈസ ഇതിൽ നിന്നൊന്നും വേറെ ഒരു കാര്യത്തിന് ചിലവാകാതെ നിൽക്കാനും, അതുപോലെ ഈ ചിട്ടീൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എളുപ്പമായി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചിട്ടിക്കും ഭീമമായ പൈസ മാസം മാസം അടച്ചിട്ടാണ് ആ ചിട്ടിയിൽ ചേർന്നത്. ആ ചിട്ടി കിട്ടാനും വേണ്ടിയിട്ടൊക്കെ ആ പൈസ നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളൊരു പേടിയും, പൈസ ആർക്കെങ്കിലും എടുത്ത് മറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ചിട്ടി കിട്ടുന്ന സമയത്ത് ആ പൈസ കിട്ടുകയും ചെയ്യില്ല. അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നോടിങ്ങനെ പറയാം, എന്നോടിങ്ങനെ ചോദിക്കാം, എന്തെങ്കിലും അതിനൊരു പോംവഴി, എന്തെങ്കിലും ഒന്ന് ചൊല്ലാനോ ഓതാനോ ഒന്ന് തരുമോ ഇത്താന്ന് ചോദിച്ചിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ടായത്. അൽഹംദുലില്ലാ ഞാനിപ്പോൾ ഒരാഴ്ചയിലധികമായി എന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരോട് ഒരാഴ്ച നിങ്ങൾ ഇത് ഓതിക്കോ, ഇത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചു തരും. കാരണം നമുക്കൊക്കെ അത് പെട്ടെന്ന് നമ്മൾക്ക് അതിനൊക്കെ മറുപടി കിട്ടിയത് കൊണ്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ദിക്ർ നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞു കൊടുത്തു. ഈ ദിക്ർ കൊണ്ട് നമുക്ക് മഹത്തായ വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളാണ് നമ്മൾ തരണം ചെയ്യുന്നത്, ആ തരണം ചെയ്യുന്ന കാര്യം അള്ളാഹു നമുക്ക് റാഹത്താക്കി തരും, സന്തോഷത്തിലാക്കി തരും, എല്ലാം ഹൈറാക്കി തരും. പല സന്ദർഭങ്ങളിലും പല അങ്ങേയറ്റം സങ്കടപ്പെട്ട് ദുഃഖം ദുരിതവും മാത്രമല്ല എന്തെങ്കിലും അസുഖങ്ങളും കൂടി വരുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സ് ഒന്നുമല്ലാതെ ആയിപ്പോവും, ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിലെല്ലാം ആയിപ്പോവും. ആ സമയത്തൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ദിക്റാണ്, അത്രയും മഹത്തായതും ശക്തിയും പവറും ഉള്ള ഒരു ദിക്റാണ് ഞാൻ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തത്. പിന്നെ ഇങ്ങനെ ഓതേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് കേൾക്കാണ്ട് പോയി പോരുത്. അതിനാണ് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. സ്കിപ്പ് ചെയ്യാതെ കേട്ടാലേ നമുക്ക് മുഴുവനായിട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ KSF എന്ന് പറയുന്ന ആ ചിട്ടി നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ സാധിപ്പിച്ച് തരട്ടെ. ഒരു ഹൈറായ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ ഹൈറായ കാര്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു കടത്തിലും പെടാതെ തന്നെ ഈ ചിട്ടി എന്ന് പറയുന്ന മാസം നിങ്ങൾ അടച്ചിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ചിട്ടിയുമായിട്ടുള്ള ബന്ധം കഴിയും. അപ്പോൾ ആ ചിട്ടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടാനും, അതുപോലെ നിങ്ങൾ ആ പൈസ ഇപ്പോൾ ഉള്ള പൈസയിൽ നിന്ന് ഒരു രൂപ പോലും വേറൊരു ആവശ്യത്തിന് ചിലവഴിക്കാതിരിക്കാനും വേണ്ടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ ചെയ്യുമോ എന്ന് വെച്ചാൽ പറഞ്ഞു, ഇത്താ ചെയ്യും, ഇത്ത എന്തെങ്കിലും പറഞ്ഞതാ ഇത്ത അത്രയും മാനസികമായിട്ട് വിഷമത്തിലാണ്. കാരണം പൈസ എന്ന് പറയുന്നത് വേറെ എന്തിനെങ്കിലും ചിലവായി കഴിഞ്ഞാലോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആർക്കെങ്കിലും കൊടുത്തു പോയി കഴിഞ്ഞാലോ നമ്മുടെ ആവശ്യത്തിന് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടും നമ്മൾ. അപ്പോൾ പിന്നെ മറ്റുള്ള ആളുമായിട്ട് വെറുപ്പും ഒക്കെ വൈരാഗ്യമൊക്കെ വരാനുള്ളൊരു സന്ദർഭമായി പോകും. അതുകൊണ്ട് ഇതൊന്നും ആവാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ട്, ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ അങ്ങനെ ഒരു കൂട്ടി വെച്ചിട്ടും നമ്മൾ ആ ചിട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം നമ്മൾ ശ്രമിച്ചിട്ട് അടക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത്രയും വിഷമിക്കൊന്നും ചെയ്യേണ്ട, ആ പൈസ എവിടെയും നിങ്ങൾ പിന്നെ കയ്യിലുള്ള പൈസ എങ്ങനെയും വേറെ ഒരു കാര്യത്തിന് ചിലവാകാതിരിക്കാനും, നിങ്ങൾക്ക് കിട്ടേണ്ട ആ ചിട്ടി പെട്ടെന്ന് തന്നെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ മാസം ചിട്ടി ഉണ്ട് എന്ന് പറയാനും നിങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ കൈ ഉയർത്തി ദുആ ചെയ്യുക. ആ ദുആ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഒരു ദിവസം തഹജ്ജുദ് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. വ്യാഴാഴ്ചൻ്റെ അന്ന് രാത്രി നമ്മൾ ഉറങ്ങുമല്ലോ. അപ്പോൾ ആ വെള്ളിയാഴ്ച രാത്രി നിങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. അതിനുശേഷം സുബഹി നമസ്കാരത്തിന് ശേഷം മുത്തുനബിൻ്റെ പേരിൽ 13 സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഇന്ന ആവശ്യങ്ങൾ രണ്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ്. അത് എൻ്റെ പക്കൽ തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ അത് ഭദ്രമായി നിൽക്കാനും അതിലേക്ക് എത്താനും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാനും. അപ്പോൾ ഇവരൊരു വിൽക്കുന്ന വീട് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ വിൽക്കുന്ന വീട് 47 ലക്ഷം രൂപ എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എഴുത്തും കുത്തും എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ 50ഓളം ആകും. പക്ഷെ 47 ലക്ഷം രൂപയുടെ വീട് ഇവർക്ക് സ്വന്തമാക്കണമെങ്കിൽ 30 ലക്ഷം രൂപയ്ക്ക് ചേർന്ന ചിട്ടിയാണ്. ആ ചിട്ടി ഇവർക്ക് കയ്യിൽ കിട്ടണം. ബാക്കിയുള്ള പൈസ ഇവരുടെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ നിൽക്കണം, അത് വേറെ ഒന്നിനും ചിലവായി പോകാതെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഭംഗിയായി കിട്ടും, നിങ്ങൾ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നിങ്ങൾക്ക് ആ വീട് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സുബഹി നമസ്കാരത്തിന് ശേഷം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളും അള്ളാഹും മാത്രമുള്ള സമയമാണ്. നമ്മളെ ഹൈറായ കാര്യത്തിനാണ്, ഹലാലായ കാര്യത്തിനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിയത്ത് വെക്കണം. ഞാൻ പറഞ്ഞു കൊടുത്ത് 13 സൂറത്തുൽ ഫാത്തിഹ ഓതുക, 2 യാസീൻ ഓതുക. സുബഹി നമസ്കാരത്തിന് ശേഷം
13 സൂറത്തുൽ ഫാത്തിഹ മുത്തുനബിൻ്റെ പേരിലും 2 യാസീനും ഓതുക. അതിനുശേഷം സൂറത്തുൽ ഫത്ത് ഓതി നമ്മൾ ദുആ ചെയ്യുക. അതിനുശേഷം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എണ്ണമില്ലാതെ നിങ്ങളെ വായിൽ നിന്ന് നമസ്കാര മുസല്ലയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയം അല്ലാത്ത സമയങ്ങളൊക്കെ തന്നെ നിങ്ങളിത് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബാത്റൂമിൽ പോകുന്ന സമയത്തും ഒന്നും അല്ലാത്ത സമയങ്ങളൊക്കെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതന്നെ മനസ്സിൽ വെച്ച് നിങ്ങൾ ചെല്ലിക്കോ. നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും സാധിപ്പിച്ച് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരിക്ക് കുറച്ചൊക്കെ മനസ്സിന് സമാധാനമായി. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. അപ്പോൾ എന്നോട് എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ഇങ്ങനെ വോയിസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. മാനസികമായിട്ട് പേടിയുണ്ട് പേടിയുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അള്ളാഹുവിലേക്ക് വിട്ട കാര്യങ്ങളാണ്. അള്ളാഹു ഹൈറാക്കി തരും, മനസ്സിന് സമാധാനം കൊടുക്കുക, എല്ലാം ഭംഗിയാക്കി തരും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ അത് ഓക്കെ ആയിട്ടുണ്ട്. അത് ഈ മാസം വന്ന ചിട്ടീൻ്റെ അവർ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് ആ സഹോദരി എന്നെ വാട്സപ്പിൽ എന്നെ വിളിച്ച് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളും കടലാസുകളും ഒക്കെ നമ്മൾ അതിന് 2 ജാമ്യക്കാരൊക്കെ വേണം, എന്നാൽ മാത്രമേ ഈ KSFൻ്റെ ചിട്ടിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ശരിയാക്കി വെച്ച് ദുആ ചെയ്ത് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്ത് നമ്മൾ ഇത്താക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോഴും പറയലുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ നമുക്ക് ഓതാൻ തന്ന ആ ഓത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഭംഗിയായി ഞാൻ അള്ളാഹുവിലേക്ക് ഞാൻ ഹദിയ ചെയ്ത് ഞാൻ നിയ്യത്ത് വെച്ചിട്ടൊക്കെ ഓതിയത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ സംസാരിക്കാതെ ഫോണൊന്നും എടുക്കാതെ ഞാൻ സുബഹി നമസ്കാരത്തിന് ശേഷം ഞാനും അള്ളാഹുവും കൂടി മാത്രമുള്ള സമയമാണെന്ന് മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ ഞാനത് ഭംഗിയായി ഞാൻ ചെയ്ത് അൽഹംദുലില്ലാ അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ സഹോദരി കരഞ്ഞുകൊണ്ടാണ് എന്നോട് വിളിക്കുന്നത്. കരഞ്ഞെന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് കരയുക. നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് അവർക്ക് ഒരു പരിഹാരം അള്ളാഹു നൽകി കൊടുക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു അത്ഭുതമായ ഒരു സന്തോഷം നമുക്ക് വരും അല്ലേ. നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. അങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കും. ഞാൻ തന്നെ പല സമയത്തും പല സന്ദർഭങ്ങളിലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ ഞാൻ ചില സമയത്തിൽ അതിശയിച്ച് പോയിട്ടുണ്ട്. അള്ളാഹുവേ ഇത്രയും വലിയ മഹത്തായ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നുണ്ടല്ലോ, മിനിറ്റുകളും മണിക്കൂറുകളും വെച്ചിട്ടേന്ന്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നും വെറുതെ ആവില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സറിഞ്ഞ ഒരാളെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പാടില്ല. അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നെ അള്ളാഹുവിനോട് വിട്ടുപുറത്ത് മാപ്പാക്കാൻ വേണ്ടി അപേക്ഷിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക. നമ്മൾ ഈ ചോദിക്കുന്ന തന്നെ പ്രായശ്ചിത്തമാണ്. അത് സ്വീകരിച്ച് നമ്മളെ കയ്യിൽ നിന്ന് പിന്നെ ഒന്നും ഉണ്ടാവില്ല, തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സമയത്ത് നമ്മൾ കുടുങ്ങിപ്പോയ സമയത്ത് നമ്മൾ ഒരു നിയ്യത്ത് വെച്ച് ഹദിയ ചെയ്ത് നമ്മൾ ഓതുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തക്കതായ പ്രതിഫലം നമുക്ക് പെട്ടെന്ന് തന്നെ കാണിച്ചു തരും. എല്ലാത്തിനും പരിഹാരം അള്ളാഹു തരുമ്പോൾ മാത്രമേ നമുക്ക് അത്ഭുതം കാണുള്ളൂ അല്ലേ. ആളുകൾ വന്ന് ചില കാര്യങ്ങൾ ആളുകളെ രൂപത്തിൽ നമ്മളെ അള്ളാഹു എത്തിക്കും. ഇന്ന കാര്യങ്ങൾക്ക് നിനക്ക് സന്തോഷം കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ ആളുകൾ നിമിത്തം നമുക്ക് എത്തിക്കും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അള്ളാഹു എന്നെ നേരിട്ട് വന്നിട്ടല്ല, അതിൻ്റെ ഓരോ മാർഗങ്ങളും ഓരോ വഴികളും അള്ളാഹു എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ ഹൈറായ കാര്യങ്ങളും നമ്മളിൽ എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നത് കൊണ്ടാണ്. ഈ വരാനുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ കാര്യം പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളും അതുപോലെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലത്തെ പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ടാവില്ല, പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ടാവും അല്ലേ. പല മുറാദുകളും ഹാസിലാക്കാനുണ്ടാവും, ഹലാലായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ സാധിപ്പിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ വിജയം നമുക്ക് തരും, നമുക്ക് പരാജയം തരില്ല. ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ തന്നെ നമുക്ക് വിജയം. നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വലിയൊരു ഗർത്തത്തിൽ നമ്മൾ ആയിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാനുള്ളൊരു വഴിയാണ്. അതിൻ്റെ കുറേ ചരിത്രങ്ങളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് സമയം ഒരുപാടാക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. അതുവഴി നമുക്ക് വരുന്നത് എന്താ, ഭയങ്കരമായ അനുഗ്രഹമാണ്. കാരണം നല്ലൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ വഴി എത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു വഴി മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ പല വഴിയും നമുക്ക് വേണ്ടിയിട്ട് തുറന്ന് കാട്ടിത്തരും. തടസ്സങ്ങളില്ലാത്ത വഴി, ഒരു ബുദ്ധിമുട്ടുകളില്ലാത്ത പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടി ദൂരെ തെറിപ്പിച്ചിട്ട് നമ്മളെ മുസീബത്തും കണ്ണേറും ഷിഹറും ഒക്കെ അകറ്റി തന്ന്
നമുക്ക് തുറന്ന വഴി അള്ളാഹു ഹൈറാക്കി തരണമെങ്കിൽ നമ്മുടെ വീട് പിന്നെ ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഈ കാണുന്ന നെറ്റ് അതിനും ചിലവാകില്ല, കൂടുതൽ നെറ്റൊന്നും അതിന് വേണ്ടിയിട്ട് ചിലവാകില്ല. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല, അവർക്കേക്ക് എത്തും. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സബ്സ്ക്രൈബ് ചെയ്ത പാടെ തന്നെ ഒരു ബെല്ലിൻ്റെ ചിഹ്നം കാണും, അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കാണും, അതൊന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഓക്കെ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ വിലയേറിയ കമൻറ്റ് എല്ലാവരും എനിക്ക് അയക്കുക. ഞാൻ കമൻറ്റിന് റിപ്ലൈ തരാമെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബിസി ആണെന്ന്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഒപ്പരം തന്നെ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിലയേറിയ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാതിരിക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുക. ഓക്കെ. അപ്പം നമുക്ക് അള്ളാഹുവിലേക്ക് പോകേണ്ട മാർഗത്തിലേക്കും വഴിയിലേക്കും അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുതരും. നിങ്ങളെല്ലാവരും തന്നെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നാളെ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മയസലാം.